ഹലോ ഗായ്സ്, വെൽക്കം അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതാമ്മിയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ചെന്നാങ്കോട്, അതായത് കല്ലാങ്കോട് ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ്. ഇവിടെ നമ്മുടെ ദാസേട്ടൻ്റെ തട്ടുകട ആരംഭിച്ചിട്ടില്ല, പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒരു വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. മിനുക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. മ്യൂസിക് ഞാനാണ്, വേറെ ആരും ഇല്ല, അതുകൊണ്ട് മ്യൂസിക് ഞാൻ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് തട്ടുകട വിശേഷങ്ങളാണ് ഇനി അങ്ങോട്ട്. ഇതിപ്പോ പാമ്പ് നിങ്ങൾക്ക് എടുത്തിട്ട് ദാസേട്ടാ? അതെയാ? എന്ത് ഹോട്ടലുണ്ടോ ഇതിനകത്ത്? ഹോട്ടലാണോ? ഹോട്ടലൊക്കെ ഹോട്ടലിൽ നല്ല വൈകുന്നേരം നല്ല ആള് കൂടും. ഒന്നാമത് ഇവിടെ കളിസ്ഥലമൊക്കെ അല്ലേ അല്ലേ? ഈ ഭാഗത്ത് അല്ല, സ്റ്റാർട്ടിങ് അല്ലേ? സ്റ്റാർട്ടിങ്ങിന് നല്ല പണ്ടത്തെ കാസർഗോഡ് അടുപ്പുള്ള രീതിയിൽ പണ്ടൊക്കെ തെക്കോട്ട് പോലെ വിജയിക്കും. ഇപ്പം ഇവിടെയൊക്കെ ആൾക്കാർ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ നല്ല ചെറുപ്പക്കാർ പഴയതിനേക്കാർക്ക് നല്ല മാറ്റമാണ്. കഴിക്കുന്ന ഹോട്ടലിൽ പോയി കഴിക്കുന്ന വൈകുന്നേരം അല്ല, തട്ടുകടയാണ് ഇപ്പൊ സൂപ്പർ. തട്ടുകടയിലെ ഭക്ഷണമല്ലേ? തട്ടാവും ഇല്ലാത് നല്ല സൗകര്യം ഉണ്ടല്ലോ ഇതിനകത്ത്, ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പാണ്. ഞാനിപ്പോ തട്ടുകട എൻ്റെ പണിപ്പുരയുടെ അകത്താണ് കേട്ടാ. കണ്ടില്ലേ, ബാമ്പു സെറ്റപ്പാണ്, അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ഞാൻ തത്സമയം കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ദാസേട്ടൻ്റെ തട്ടുകട. അപ്പോൾ ആരും മറക്കരുത്, നമ്മുടെ ഈ ഒരു മെയിൻ റോഡിൽ വരുന്ന എല്ലാവർക്കും ഇനി നമ്മുടെ ദാസേട്ടൻ്റെ ചായക്കട, അതില്ലേ തട്ടുകടയിലെ എല്ലാത്തരം ഭക്ഷണങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സ്പോൺസർ ചെയ്യുന്നതല്ല. ക്യാഷ് ഉണ്ടെങ്കിൽ വാങ്ങിച്ച് കഴിച്ചോളൂ കേട്ടോ. വരുമ്പം ഉണ്ടാവോ? കണ്ട കുറെ വെറൈറ്റി ഒക്കെ പറയുന്നുണ്ട്. അതല്ലേ സ്പാനിഷ് ഓംപ്ലേറ്റ് ഒക്കെ ഉണ്ടാവുന്നാണ് പറയുന്നത്. അപ്പം നിങ്ങൾ എല്ലാവരും വഴി വരുമ്പോൾ ഇനി നമ്മുടെ ദാസേട്ടൻ്റെ തട്ടുകടയിലേക്ക് കയറണം. അപ്പൊ അതല്ലേ? അപ്പൊ ഗൈസ്, ഇന്നത്തെ നമ്മുടെ ദാസേട്ടൻ്റെ തട്ടുകടയിലെ പണിപ്പുര വിശേഷങ്ങളാണ് നിങ്ങളുമായി തത്സമയം ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളുമായി ഉദ്ഘാടനത്തിന് ശേഷം നമുക്ക് പറയാവുന്നതാണ്. അതുവരെ എന്നെ ഇതുവരെ എൻ്റെ പുരാണം സഹിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകം നന്ദി പറയുകയാണ്. അപ്പോൾ ബൈ.